അടച്ചുപൂട്ടിയ കക്കാട് സ്പിന്നിംഗ് മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. ആവശ്യമുന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കണ്ണൂർ RS പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കും എതിരെയായിരുന്നു മാർച്ച്. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ 23ഓളം മില്ലുകൾ അടച്ചുപൂട്ടി. ആ മില്ലുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ലക്ഷക്കണക്കായ ആളുകളുടെ നിലവിൽ അവസ്ഥ എന്തെന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം അത് ഗവൺമെന്റിനുണ്ട്. അന്ന് അടഞ്ഞു കിടന്ന മിക്കവാറും സ്ഥാപനങ്ങൾ ഇന്ന് തുറന്നു പ്രവർത്തിച്ച് പഴയ പടിയിലായിട്ടുണ്ട്. പഴയ പ്രൗഢിയിലെങ്കിലും മോശമില്ലാത്ത രൂപത്തിൽ പോകുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായി അന്ധകാരത്തിലേക്ക് പതിച്ച ഒരു മേഖല മാത്രമേ ഉള്ളൂ. അതാണ് നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന് കീഴിലുള്ള ഇത്തരം സ്ഥാപനങ്ങൾ എന്ന് നമ്മൾ കാണുന്നു. സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? സർക്കാരിന് ബാധ്യതയില്ലേ? കുറെ മില്ലുകളൊക്കെ വിറ്റു തെളിച്ചു. ഇന്നിപ്പോഴേ മില്ലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അടഞ്ഞു കിടക്കുന്ന മില്ലുകൾ, അവരുടെ ആസ്തികൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കോടികൾ, ആയിരക്കണക്കായ കോടികളുടെ ആസ്തി അവിടെ ഉണ്ട്. അത് അന്യായപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. CITO ജില്ലാ ട്രഷറർ അരക്കൻ ബാലൻ അധ്യക്ഷനായി. K. മണീശൻ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ അഡ്വക്കേറ്റ് KP സുരേഷ്, VV ശശീന്ദ്രൻ, AO പ്രസന്നൻ, KP അശോകൻ, D. രതീഷ് ബാബു, നിവിൽ നാരങ്ങോളി എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.